ഈ പട്നയിലേക്ക് പോയി കഴിഞ്ഞാൽ വൻ സംഘർഷം അവിടെ ഉണ്ടായിരിക്കുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പട്നയിൽ നടത്തിയ റാലിയിലാണ് വൻ സംഘർഷം ഉണ്ടായത്. ദൃശ്യങ്ങളുണ്ട് അതിലേക്ക്. ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, തെരുവ് യുദ്ധത്തിലേക്ക് പോവുകയാണോ ഇത്തരം സമരങ്ങൾ? ഡൽഹിയിലെ ജന്തർ മന്ദർ സമരത്തെ അനുകൂലിച്ചും പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുമുള്ള ഈ പ്രക്ഷോഭങ്ങൾ, ഇപ്പോൾ എന്താണ് പട്നയിൽ സംഭവിച്ചത്? പ്രതീക്ഷ, ഈ CJP തുടങ്ങിവെച്ച ഡൽഹി ജന്തർ മന്ദറിൽ തുടങ്ങിവെച്ചിരിക്കുന്ന ഈ സമരം ഇപ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പട്നയിലെ ചരിത്രപ്രസിദ്ധമായ ഗാന്ധി മൈതാനിലാണ് ഈ വിദ്യാർത്ഥി സംഘർഷം ആദ്യം ഉണ്ടാകുന്നത്. അവിടെ ഈ CJP ഡൽഹിയിൽ നടത്തുന്ന പ്രതിഷേധത്തിനെതിരെ നടത്തിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഐസ എന്ന സംഘടന, അതായത് CPIM-ന്റെ വിദ്യാർത്ഥി സംഘടനയായ ഐസയായിരുന്നു ഇന്ന് മാർച്ചിന് ആഹ്വാനം ചെയ്തിരുന്നത്. ആ മാർച്ചാണ് പിന്നീട് സംഘർഷത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് കണ്ണീർവാതകവും ടിയർ ഗ്യാസും പ്രയോഗിക്കുകയുമൊക്കെ ചെയ്തു. ഇതിനിടയിലാണ് കോൺഗ്രസും BJP പ്രവർത്തകരും തമ്മിൽ നേർക്കുനേറുള്ള ഏറ്റുമുട്ടലിനും പട്നയിലെ ഗാന്ധി മൈതാനിന് സമീപം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള ഒരു സംഘർഷമായിരുന്നു പട്നയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജമ്മുവിലും സമാനമായ തോതിൽ വിദ്യാർത്ഥി സമരത്തിന് നേരെ വിദ്യാർത്ഥി സമരം അക്രമാസക്തമായി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഡൽഹിയിൽ ആരംഭിച്ച ഈ സമരം ഇപ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കാട്ടുതീ പോലെ പടരുകയാണ് പല കേന്ദ്രങ്ങളിലും. കേന്ദ്ര സർക്കാരിനെതിരായ രോഷം, പോലീസ് നടപടിക്കെതിരായ രോഷം, അത് തെരുവ് യുദ്ധമായി മാറുന്ന കാഴ്ചയാണ്.